പ്രധാനപ്പെട്ട ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഇപ്പോൾ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്ന ഇടത്ത് നിന്ന് ഈ രാത്രിയിൽ നിങ്ങൾ നൽകിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നത് കാർവാർ SP നാരായണ പറഞ്ഞതാണ്. രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, വാഹനം അവിടെ നിർത്തിയിട്ടിരുന്നു. ആ ലോറിയിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി തൊട്ടടുത്ത്, അതായത് ഈ ദുരന്തത്തിൽ ഇല്ലാതെ പോയ ആ ചായക്കടയിലേക്ക് കയറിയ 8 പേരിൽ ഒരാൾ അത് അർജുനായിരുന്നോ എന്ന സംശയമാണ്. അത് 7 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരാളെക്കുറിച്ച് വിവരമില്ല. അത് അർജുനായിരിക്കുമോ എന്ന് ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരം. മറ്റൊന്ന്, ഇനി കണ്ടെത്താനുള്ള 3 പേരുടെ കാര്യങ്ങളാണ്. അതിൽ ട്രക്ക് ഡ്രൈവറായ ശരവണയുടെ മരണം അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ്. DNA പരിശോധനയിൽ ലഭിച്ചിരിക്കുന്ന ശരീരഭാഗത്തിൽ നിന്നും അത് ശരവണ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് കാർവാർ SP ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഹാഷ്മി, ശ്രീകാന്ത്, നിങ്ങൾ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് ഇപ്പോൾ നൽകിയ വിവരങ്ങൾ, ഇപ്പോൾ കാണിച്ച ദൃശ്യങ്ങൾ, അത് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാർവാർ SP ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ള സംശയങ്ങളാണ്. അർജുൻ്റെ ലോറി കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് കരുതുമ്പോഴാണ് അർജുൻ ഒരുപക്ഷെ ആ ലോറിക്കകത്തുണ്ടാകില്ല എന്ന് സൂചന നൽകുന്ന പ്രധാനപ്പെട്ട വിവരം കാർവാർ SP ഇപ്പോൾ നമ്മളുമായി പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് അവിടെ നിർത്തിയിട്ടിരുന്ന, സാധാരണ നിലയിൽ ലോറികൾ അവിടെ കൂട്ടമായി നിർത്തിയിടുകയും ലോറിയിൽ ഉണ്ടായിരുന്നവർ സാധാരണ കുളിക്കാനും ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനും ലഘുഭക്ഷണത്തിനുമൊക്കെയായി ഇറങ്ങുന്ന പ്രദേശമാണ് ഈ ദുരന്ത ഭൂമി. അവിടെ ഇറങ്ങി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ 8 പേരിൽ ഒരാൾ അർജുനായിരിക്കുമോ എന്ന സംശയമാണ് കാർവാർ SP പറഞ്ഞിരിക്കുന്നത്. അവിടെ മരിച്ചുപോയ ലക്ഷ്മൺ നായിക്കിൻ്റെ ഭാര്യ അവസാനമായി പറഞ്ഞത് ദോശയെടുക്കാനായിരുന്നു. അതിനുശേഷം പിന്നെ ഒന്നും സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ദുരന്തം അവരെ ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കിയിരുന്നു. അങ്ങനെ ദുരന്തത്തിൽ മാഞ്ഞുപോയ 8 പേരിൽ 7 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള ഒരാൾ അർജുനായിരിക്കുമോ എന്ന ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരമാണ് കാർവാർ SP നാരായണൻ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും രക്ഷാദൗത്യം വലിയ പ്രതീക്ഷയിൽ 10ാം നാളിലും തുടരുകയാണ്. നമ്മളോടൊപ്പം അതിഥികൾ ചേരുന്നുണ്ട്. ശ്രീ മേജർ രവി ഇന്ന് ഈ ചർച്ചയിൽ പ്രത്യേക അതിഥിയായി നമ്മളോടൊപ്പം ചേരുന്നു. അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ വിദഗ്ധൻ ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 24-നൊപ്പമുണ്ട്. അദ്ദേഹം വളരെ വിദഗ്ധമായ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം വിമർശനാത്മകമായ ചില സമീപനങ്ങളും അദ്ദേഹത്തിന് ഈ ദുരന്ത നിവാരണ ദൗത്യത്തെക്കുറിച്ച് പറയാനുണ്ട്. ശ്രീ മേജർ രവി, ഇപ്പോൾ നമുക്ക് ഇപ്പോഴും ഉറപ്പില്ലാത്തൊരു കാര്യം, ഈ ദൗത്യ സംഘം കണ്ടെത്തിയ ലോറി ഉണ്ട് എന്ന് പറയുന്ന ഈ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയ 3ാമത്തെ സ്പോട്ടിൽ ആ ലോറി ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്നതാണ്. അതിനകത്ത് മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. രക്ഷാദൗത്യത്തിൻ്റെ ഈ ഘട്ടത്തെ താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ശ്രീ മേജർ രവി? ജനറൽ ഇന്ദ്രബാലൻ തന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരു 3 മണിക്ക് മുന്നേ എന്തെങ്കിലും തീരുമാനമാവുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അവരിത് സ്പോട്ട് ചെയ്തിരിക്കുന്നത്, 3 സ്പോട്ടുകൾ. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ ട്രക്കിൻ്റെ ചെറിയ ചെറിയ സ്പോട്ട് എന്ന് പറയുന്ന സമയത്ത് ഒന്നൊരു മെറ്റാലിക് പോർഷൻ, അപ്പോൾ ഫുൾ ബോഡി ഒരു സൈഡിലും, ഇതിൻ്റെ ക്യാബിൻ ചിലപ്പോൾ മാറി വേറെ ഇടത്ത് കിടക്കുന്നു. അതുകൊണ്ടായിരിക്കും ഈ 3 സ്പോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏതിലാണ് ക്യാബിൻ അവിടുന്ന് ഈ ട്രക്കിൽ നിന്ന് പൊളിഞ്ഞ് മാറി വേറൊരു സ്ഥലത്തുണ്ടോ, അങ്ങനെ ആവാനും സാധ്യതയുണ്ട്. പിന്നീട് ഒരു 4-4:30 ആയപ്പോൾ അദ്ദേഹം വിളിച്ച് പറഞ്ഞു, സർ, ഞങ്ങൾ നൈറ്റിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടുത്തെ മഴ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ മഴ ഇപ്പം നടക്കുന്നതെന്നുള്ളത്. അതിപ്പം എനിക്ക് തോന്നുന്നു ഹാഷ്മിയൊക്കെ അവിടെ തന്നെ ഉണ്ട്, ഹീൽ ബി ഏബിൾ ടു ടെൽ യു ദാറ്റ്. അപ്പോൾ ആ മഴ അങ്ങനെയുള്ള സമയത്ത് ഈ ഡ്രോണിൻ്റെ വിങ്സ് എന്ന് പറയുന്ന അത് പറപ്പിക്കുന്ന വിങ്സിന് അത് അഡ്വേഴ്സായിട്ട് ബാധിക്കും. സോ അവർക്ക് ഡ്രോൺസ് പറപ്പിക്കാൻ പറ്റില്ല, ഈ ഗ്രിഡ് റിഫറൻസുകൾ എടുക്കാനും സാധിക്കില്ല. അപ്പം നൈറ്റിലുള്ള തെർമൽ ഇമേജിൻ്റെ ഒരു സാധ്യത പറഞ്ഞിരുന്നത് പോലും ഈ മഴ കാരണം അത്രയും ഹെവി റെയിൻസാണ് അവിടെ നടക്കുന്നത്. അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ജനറൽ ഇന്ദ്രബാലൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. അത്രയും മഴ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ രാത്രിത്തെ ഓപ്പറേഷൻ അവർ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് ദാറ്റ്സ് നോട്ട് പോസിബിൾ. ബാക്കിയുള്ളത് ഇത്രയും ദിവസമായിട്ടും ഇപ്പം ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആരോ ഉണ്ടെന്ന് പറഞ്ഞു, അദ്ദേഹം കൂടെ ഇരിക്കുന്ന സമയത്താണ് ഞാനീ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നടന്നിരിക്കുന്ന ഈ 10ാം ദിവസം വരയ്ക്ക് ഈ ഒരു അർജൻസി നമ്മൾ കാണിച്ചിരിക്കുന്നത്, ഇത് 1ാം ദിവസം തൊട്ട് കാണിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത്രയും മഴ ഹെവി ആവാതെ തുടങ്ങിയിരുന്ന സമയത്ത് തന്നെ ഇതെല്ലാം ചെയ്തിരുന്നെങ്കിൽ എന്തൊക്കെയോ നമുക്ക് പല ഹോപ്പുകളും വന്നുണ്ടായി. ഇന്നിപ്പോൾ ഹോപ്പുകൾ ഓരോന്നായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കുട്ടി, അർജുൻ എന്ന് പറയുന്ന വ്യക്തി ചായക്കടയിൽ കയറിയെന്നുള്ള ഇപ്പോൾ SP യുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറയുന്നത് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ
ആ സമയത്ത് ആണ് ഈ മലയിടിച്ചിൽ വന്നതെന്നും ആ മലയിടിച്ചിലിൽ അദ്ദേഹം നദിയിലോട്ട് വീണു, മറ്റുള്ളവർ പോയ പോലെ തന്നെ നദിയിലോട്ട് വീണിട്ടുണ്ടെങ്കിൽ ആ നീന്തൽ അറിയാവുന്ന എത്ര നീന്തൽ വിദഗ്ധനാണെങ്കിലും ശരി, ചില സമയങ്ങളിൽ അവർക്ക് നെഗോഷിയേറ്റ് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ പോവാം. പക്ഷേ ആഫ്റ്റർ സം ടൈംസ് ഇവരെ റിക്കവർ ചെയ്തിട്ട് കൊണ്ടുവരണമെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതുപോലുള്ള ഡിസാസ്റ്റർ നടക്കുന്ന സമയത്താണ് നമ്മൾ ഡ്രോൺസിൻ്റെ ഓപ്പറേഷനും ഹെലികോപ്റ്റർ സെർച്ചും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഏരിയ മുഴുവൻ ഒരു 7-8 കിലോമീറ്റർ 10 കിലോമീറ്റർ ചുറ്റളവ് മുഴുവൻ ഒബ്സർവേഷനിൽ വെച്ചിരുന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് അർജുൻ ജീവനോട് അവിടെ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നെങ്കിൽ അപ്പം തന്നെ രക്ഷിച്ചു കഴിഞ്ഞാൽ, അല്ല ഇപ്പം കുടുങ്ങി കിടക്കുന്ന സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് ഇളകാൻ പറ്റാത്ത രീതിയിൽ ജീവനോട് ഉണ്ടെങ്കിൽ അതുതന്നെയാണ് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും. അതല്ല എങ്കിൽ ഈ 2 ദിവസത്തിനകത്ത് ഈ ഇപ്പം കാണിക്കുന്ന ഈ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് അന്ന് കാണിച്ചിരുന്നെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടെ കോർഡിനേഷൻ ചെയ്തിരുന്നെങ്കിൽ ഈ വ്യക്തിയെ നമുക്ക് എവിടെയെങ്കിലും ഫ്ലോട്ടായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അന്ന് തന്നെ നമുക്ക് രക്ഷിക്കാമായിരുന്നു. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം SP പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഹോപ്പുകളും തകർക്കുന്നതായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് സത്യമായിരിക്കാം, പക്ഷേ നമ്മളത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അത് നമ്മുടെ ഒരു മനുഷ്യജീവിയോടുള്ള ഒരു സ്നേഹം. അപ്പോൾ അർജുൻ തിരിച്ച് ജീവനോടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഫുൾ മലയാളികളും അവരുടെ ഒന്നടങ്കം ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഞാൻ കാണുന്നത് നിങ്ങളുടെയൊക്കെ ന്യൂസുകളാണ്. ഏത് ഒരു ചായക്കടയിലാണെങ്കിലും ശരി, മൊബൈൽ ഓൺ ചെയ്തുകൊണ്ട് ഈ ന്യൂസുകൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജനങ്ങൾക്ക് എത്രത്തോളം കൺസേൺ ഉണ്ട് ഈ ഒരു ഓപ്പറേഷനിലും ഈ ഒരു വ്യക്തിയെക്കുറിച്ചും എന്നുള്ളതാണ് കാണുന്നത്. അത് വളരെയധികം സന്തോഷം. കാരണം ഒറ്റക്കെട്ടായി നിൽക്കാനുള്ളൊരു മനസ്ഥിതി, അല്ലാതെ വേറെ പാട്ട് കേൾക്കാനല്ല ഒരു മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ വെരി അലാമിങ്. അതേ സമയത്ത് എന്തുകൊണ്ടാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ വ്യക്തി ഇനി സംസാരിക്കുമ്പോൾ പറയുമായിരിക്കുന്നുള്ള ഉത്തരം, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ അഡ്വൈസും കൊടുത്തു കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഗവൺമെൻറ് അത് ഫോളോ ചെയ്യുന്നില്ല? ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം സേഫ്റ്റി അല്ലെങ്കിൽ മാക്സിമം ആയിട്ടുള്ള എന്ത് നമുക്ക് എടുക്കാൻ പറ്റും അത് വെച്ചിട്ടാണല്ലോ നമ്മൾ റിക്വസ്റ്റ് പുട്ടപ്പ് ചെയ്യുന്നത്. അല്ല ഒരു ഡിസാസ്റ്റർ ഇപ്പോൾ ഒരു മലയിടിച്ചിൽ നടന്നു, ആദ്യം പോലീസ് പോയി കുറച്ച് മണ്ണ് വാരുക, ഇങ്ങനെയല്ലല്ലോ. ഇത്രയും വലിയൊരു ഹെവി ദുരന്തം നടന്നതിന് ശേഷം നമ്മുടേതായിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് ആദ്യമേ ഇപ്പം ചെയ്തിരിക്കുന്ന ഈ പ്രൊഫഷണൽ അപ്രോച്ച്, സ്കൂബ ഡൈവേഴ്സ്, ഹെലികോപ്റ്റേഴ്സ്, അതുപോലെ തന്നെ റഡാർ സെർച്ച്, ഇതെല്ലാം ആ ദിവസം തന്നെ സെർച്ച് ചെയ്തിട്ട് ലൊക്കേഷനെ കൊണ്ടുവരുന്നതിന് പകരം ഇവർ ഡിസ്കഷൻസും ചെയ്തുകൊണ്ട് ഓഫീഷ്യൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് 6-ാം ദിവസമാണ് ആർമിക്ക് റിക്വസ്റ്റ് പോകുന്നത്. എന്നിട്ടാണ് 7-ാം ദിവസം ആർമി വണ്ടികൾ അവിടെ നിന്ന് വരുന്നത്, അതും ബെൽഗാമിൽ നിന്ന് ബൈ റോഡ് വരികയാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രൊഫഷണലി എവിടേക്കോ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഫീൽ ചെയ്യുന്നില്ലേ സർ? ഞാൻ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആളോടും കൂടിയാണ് ചോദിക്കുന്നത്. ബിക്കോസ് ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രൊഫഷണലായിട്ടുള്ള ആളുകളായിരിക്കും അവിടെ ഇരിക്കുന്നത്. ബിക്കോസ് ഇവർ റിട്ടയർ ആയിരിക്കാം, ചിലപ്പോൾ വയസ്സായിട്ടുള്ള 75. എൻ്റെ CEO ജനറൽ ദത്ത ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നാഷണൽ സെൻട്രലിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വയസ്സ് 78 പക്ഷേ ഇന്നും ഒരു സംഭവം വരുന്ന സമയത്ത് ഹീസ് ഓൺ കോൾ ഓവർ ദ. അപ്പോൾ ഈ എക്സ്പെർട്ടുകളെ വെച്ചിട്ടായിരിക്കും അവർ ആദ്യം സജഷൻസും ഒപ്പീനിയൻസും എടുക്കേണ്ടത്. അതെന്തുകൊണ്ട് ഇവരൊന്നും ചെയ്തില്ല? ഇനിയും ഇതുപോലെ ഈ ഡിസ്കഷൻ കഴിഞ്ഞ് നാളെ നമുക്ക് എല്ലാം അർജുനെയും തിരിച്ചു കിട്ടി, ട്രക്കും തിരിച്ചു കിട്ടി, അത് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇത് മറക്കാൻ പോവല്ലേ? ഇനിയെങ്കിലും എന്തുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള പരിമിതികൾ പലതുമുണ്ട്. ആ പരിമിതികൾക്ക് അപ്പുറമാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും മറ്റേ സ്റ്റേറ്റിലും ക്യാപിറ്റലിൽ ഒരു സ്റ്റേഷൻ ഹെഡ് ക്വാർട്ടേഴ്സും പറഞ്ഞ ആർമിയുടെ ഒരു യൂണിറ്റ് അവിടെ ഉണ്ടല്ലോ. ആ യൂണിറ്റിലേക്ക് ഇമ്മീഡിയറ്റ്ലി ഗവൺമെൻറ് ഇങ്ങനെ ഒരു സംഭവം വരുന്ന സമയത്ത് അവിടുത്തെ സ്റ്റേഷൻ കമാൻഡറെ അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആർമിയുടേതായിട്ടുള്ളതും അതിൻ്റെ എല്ലാം മസ്റ്റർ ചെയ്തുകൊണ്ട് ആ ഫെസിലിറ്റീസ് എന്തെല്ലാം ഉണ്ട് അവർ കൊണ്ടുവന്ന് ഗ്രൗണ്ടിലിറക്കും. അപ്പോഴാണത് പ്രൊഫഷണലായിട്ട് കാര്യം ചോദിച്ചോട്ടെ ശ്രീ മേജർ, ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു പ്രൊഫഷണൽ അപ്രോച്ച്, ഈ ദുരന്ത നിവാരണത്തിനായുള്ള ശ്രമങ്ങൾ, ഇത് ഡേ 1 ഒന്നാം ദിവസം മുതൽ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി ഫലപ്രദമായേനെ എന്ന് താങ്കൾ പറഞ്ഞല്ലോ. പക്ഷെ ഇപ്പോൾ പോലും സർ ഇപ്പോഴും ലോറി കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്ന് ചോദിച്ചാൽ ഒരു അനുമാനത്തിലാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ സാർ തന്നെ പറഞ്ഞത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നൽസ് കിട്ടിയ ഒരു പ്രദേശമുണ്ട്, അത് ഡിറ്റാച്ച്ഡ് ആയിരിക്കില്ല, ആ ലോഹവസ്തു ഈ അർജുൻ ഓടിച്ച വാഹനമായിരിക്കും എന്ന ശക്തമായ അനുമാനത്തിലാണ്. പക്ഷെ അപ്പോഴും ഏതാണ്ട് 6-7-8 നോട്ട്സ് ഉള്ള കറണ്ടുള്ള ആ പുഴയിലേക്ക് ഇറങ്ങാനോ സ്കൂബ ഡൈവേഴ്സിന് അതിനകത്ത് പോയി പരിശോധിക്കാനോ നിലവിലെ സാഹചര്യത്തിലും കഴിയുന്നില്ല. ഇതേ പ്രതിസന്ധി നമുക്ക് തുടക്കത്തിലും ഉണ്ടാകുമായിരുന്നില്ലേ? രണ്ടാമത്തെ കാര്യം ഇന്ന് കാർവാർ MLA പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ ടെറൈൻ അറിയാവുന്ന ഈ ഭൂപ്രകൃതിയെക്കുറിച്ച് വ്യക്തതയുള്ള ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞതാണ്, അതായത് ജില്ലാ ഭരണകൂടം പറഞ്ഞതാണ്, ലോറി ബൈ ഓൾ പ്രോബബിലിറ്റി ഈ
ഒഴുക്കിൽപ്പെട്ട് നദിയിലേക്ക് പോയിരിക്കാം, അതുകൊണ്ട് റിവർ ബെഡിൽ നമ്മൾ പരിശോധന നടത്തണമെന്ന്. അപ്പോൾ നിങ്ങളെല്ലാം ഇൻസിസ്റ്റ് ചെയ്തു ആർമിയെ കൊണ്ടുവരണമെന്നും ഇവിടെ പരിശോധിക്കണമെന്നും പറഞ്ഞ് 2-3-4 ദിവസം കരയിൽ മാത്രം പരിശോധനകൾ നടത്തി. അപ്പോൾ ഇങ്ങനെ തെറ്റായ വിവരങ്ങളാൽ നയിക്കപ്പെട്ട ഒരു ദൗത്യരക്ഷാ സംവിധാനം എന്ന ഒരു പഴി കൂടി ഈ രക്ഷാദൗത്യത്തിനുണ്ടോ ശ്രീ മേജർ രവി? ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഈ രക്ഷാദൗത്യം അല്ലെങ്കിൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു ബോഡിയുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഒരു ബോഡി ഓരോരോ കാര്യങ്ങൾക്കായിട്ട് അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫയർ, വെള്ളം, ഭൂകമ്പം, അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ, മല എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും അതിനകത്ത് നാച്ചുറൽ കലാമിറ്റീസ് എന്തൊക്കെയോ ഉണ്ടോ ഇതിനൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ലൈക്ക് പടക്കശാല കത്തിപ്പോകുന്നത്, ഫയർ, ഇതെല്ലാം വരുന്ന മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. ഇതിനൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അവർക്ക് നമ്മൾ കൃത്യമായിട്ട് പ്രൊഫഷണലായിട്ട് ആളുകളെ വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഗവൺമെൻറ് ഷുഡ് കോൾ ദം ഫോർ എ മീറ്റിംഗ്. അത് കർണാടക ഗവൺമെൻറ് ആ ഫസ്റ്റ് ഡേയിൽ തന്നെ ചെയ്യണം. അവരായിരിക്കണം ഈ ഏരിയ മുഴുവൻ സ്റ്റഡി ചെയ്തുകൊണ്ട് അതിൻ്റെ പേപ്പർ പുട്ടപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു MLAക്ക് ഇത് പറയാം, ലോക്കലായിട്ടുള്ള ഞങ്ങൾ പറയുന്നത് പുഴയിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. പിന്നെ ആർമീനെ കൊണ്ടുവന്നതിന് ഇപ്പോൾ അദ്ദേഹം അക്യൂസ് ചെയ്യുന്ന പോലെയല്ലേ സംസാരിക്കുന്നത്. നിങ്ങളാണ് പറഞ്ഞത് ആർമീനെ കൊണ്ടുവരാൻ, എന്നിട്ട് അവരവിടെ ഇതല്ല വേണ്ടത്. ഈ ഈഗോ ആണ് മാറ്റി നടത്തേണ്ടത്. ആദ്യം തന്നെ ഇതെല്ലാം വന്നിരുന്നെങ്കിൽ അന്നത്തെ മഴ ഇത്രയും സീരിയസ് ആയിരുന്നില്ല. ആ മണ്ണിടിഞ്ഞ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ അവിടെ നമ്മൾ കണ്ടതാണ് വീഡിയോസെല്ലാം. എല്ലാവരും മഴയില്ലാത്ത സമയത്ത് തന്നെയാണ് അവിടെ നിന്നിട്ട് ഈ മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നതല്ല, ഇന്നത്തെയും കുറ്റം പറയാൻ കുറേ കാണുമായിരിക്കും. ഞങ്ങളത് ചെയ്തു, ഇപ്പോഴും വന്നു. ഇന്ദ്രബാലനും ടീമും വന്നിരിക്കുന്നത് ഇന്നലെ ഈവനിങ്ങിലാണ്. ഇന്ന് കാലത്താണ് അദ്ദേഹത്തിൻ്റെ റിസർച്ച് തുടങ്ങിയിരിക്കുന്നത്. അദ്ദേഹം കഴിയുന്ന രീതിയിൽ ഉച്ചയ്ക്ക് 1 മണിക്കാണ്, ഞാനിപ്പോൾ എനിക്ക് മെസ്സേജ് കിട്ടി 1 മണിക്ക്, സർ വി ആർ ഗോയിങ് ഫോർ ദ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു 2 ഹവേഴ്സിനകത്ത് ഞാനിതിൻ്റെ റിസൾട്ട് വരുമെന്ന്. ആ 2 ഹവേഴ്സിനകത്താണ് നിങ്ങൾ കേട്ടിരിക്കുന്ന ഈ 3 സ്പോട്ടുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവം അന്ന് 1-ാം തീയതി നടത്തിയിരുന്നെങ്കിൽ ഇനിയിപ്പോൾ എടുക്കാൻ പോകുന്ന സമയം മാത്രമല്ലേ ഇതിനെടുക്കുള്ളൂ റെസ്ക്യൂ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെയുള്ളൊരു ആക്ഷൻസും ഇതുപോലുള്ള ആളുകളെയും കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത്രയും സമയം നമ്മൾ ഈ ഡിസ്കഷനിൽ പാഴാക്കില്ലായിരുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇതിനെല്ലാം പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ യെസ്, വാട്ട് യു സെഡ് ഈസ് റൈറ്റ്. സ്കൂബ ഡൈവിങ്ങുകാർക്കും ഒരു നോർമൽ സ്കൂബ ഡൈവിങ് ട്രെയിനിങ്ങിൽ പറയുന്നിരിക്കുന്ന 1.5 to 2 നോട്ടിക്കൽസ് ആണ് നമുക്ക് റിസ്ക് എടുക്കാനുള്ള സ്പീഡെന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് അവിടുത്തെ അപ്പർ സർഫേസിലുള്ള സ്പീഡ് പോലും 7 നോട്ടിക്കൽസ് ആണ്. ആ 7 നോട്ടിക്കൽ താഴെ കിടക്കുന്ന ഈ വസ്തുവിൻ്റെ അവിടെ കിടക്കുന്ന അണ്ടർ കറണ്ട് എന്ന് പറയുന്നത് അത് വിൽ ബി അബൌട്ട് 10 to 12 നോട്ടിക്കൽ മൈൽസ്. ഒരിക്കലും പോസിബിൾ അല്ല. ഹ്യൂമൻലി ഒരു കയറിട്ടിട്ട് എങ്ങനെ സേഫ്റ്റി റോപ്പ് ഇട്ട് കഴിഞ്ഞാലും ഈ മനുഷ്യനെ കൊണ്ട് താഴത്ത് പോയിട്ട് സെർച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നും കാണില്ല. കലങ്ങി മറിഞ്ഞു വരുന്ന വെള്ളത്തിനകത്ത് വിസിബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ഇപ്പോഴും ഉണ്ട്, അന്നും ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഡേയിലും ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഡേയിലായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന പൊസിഷനിലേക്ക് എത്താൻ ആ ഒരു ദിവസം മതിയായിരുന്നു. ഈ 10 ദിവസം നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് തന്നെ ഈ പ്രൊഫഷണലായിട്ട് ആളുകളെ കൊണ്ടുവരിക എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് പല റിസ്ക്കും അന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ അർജുൻ അന്ന് അവിടെ പുഴയിൽ ഒഴുകിപ്പോയിരിക്കുകയാണ്, എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഈ റെസ്ക്യൂ മിഷനകത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാമായിരുന്നു. അപ്പോൾ അവിടെ ജീവനോടിരിക്കുന്ന അർജുനെ സേവ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ എവിടെ പോയി എന്നുള്ളത് നമുക്ക് പോലും അറിയുന്നില്ല. അപ്പോൾ ആദ്യമേ ഇത് ചെയ്യേണ്ടതെന്നറിയും. ഈ ജില്ലാതലത്തിലും അല്ലെങ്കിൽ ഏത് തലത്തിലാണെങ്കിലും ശരി, ജില്ലാതലത്തിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇതിനെ എന്തൊരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാലും അതിനൊരു പ്രൊഫഷണൽ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതാണ് ഇവിടെ ഇല്ലാത്തത്. ഇവിടെ വന്നിട്ട് ഈഗോ പ്രോബ്ലം കാണിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവനാണ് പോകാൻ പോകുന്നത്. ശ്രീ മേജർ രവി, ഇപ്പോൾ നമ്മളൊരു പ്ലാൻ ബിയെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഒരു തെർമൽ ഇമേജിംഗ് എന്നത് രാത്രിയിലും അത് കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് ഇന്ദ്രബാലൻ സാർ പറഞ്ഞത്. മാത്രമല്ല ഈ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് ഒരു പരിശോധന കൂടി രാത്രി നടത്തും എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിനു പോലും പറ്റാത്ത തരത്തിൽ മോശമാണ് കാലാവസ്ഥ, ശക്തമായ മഴയുണ്ട്. ഇപ്പോൾ നേരത്തെ ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്ന് നൽകുന്ന വിവരങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള സാധ്യതകൾ, വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ലെഫ്റ്റ് നൗ? 6:10 എനിക്ക് ഇന്ദ്രബാലൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്, വി ആർ വൈൻഡിങ് അപ്പ് ദിസ് ഓപ്പറേഷൻ ഫോർ ടു നൈറ്റ് സർ. വൈ? ബിക്കോസ് സ്ലാഷിങ് റെയിൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വെട്ടുന്ന രീതിയിലുള്ള മഴവെള്ളമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈ ഡ്രോൺ പൊക്കിയിട്ട്, അപ്പം ബിക്കോസ് അതിൻ്റെ ബ്ലേഡ്സിന് എടുക്കാൻ പറ്റാത്തതിൽ കൂടുതൽ പ്രഷറിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ഡ്രോൺസ് പൊക്കാനും ഇതിനൊന്നും നടക്കില്ല, രാത്രിയിലത്തെ ഓപ്പറേഷൻ അവർ വൈൻഡപ്പ് ചെയ്തു എന്നുള്ളതാണ് എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി രാത്രി ചെയ്യുമെന്നുള്ളത് മഴ പോയി കഴിഞ്ഞാൽ നടക്കുമോ ഇല്ല എന്നുള്ളതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് വൈൻഡപ്പ് ചെയ്തു എന്നാണ്. ഇനി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു $1 million ക്വസ്റ്റ്യനാണ് ഇവിടെ. ഇത്രയും ടെക്നോളജിയും ഇതെല്ലാം വരുന്ന സമയത്ത് ഈ നേച്ചർ, പ്രകൃതി ഇത്രയും ഭീകരമായിട്ട് അതിനെ അഡ്വേഴ്സായിട്ട് നമ്മളോട് കളിക്കുന്ന സമയത്ത് എന്തെന്ന് ചോദിച്ചാൽ അന്താളിച്ച് നിൽക്കുന്ന മനുഷ്യ സമൂഹത്തിനെ മാത്രമേ നമുക്ക് നമ്മുടെ മുന്നിൽ കാണാൻ പറ്റുള്ളൂ. ബിക്കോസ് ഈ സമയത്ത് ഇനിയിപ്പോൾ ഈ രാത്രി ഈ ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഇത് കഴിഞ്ഞ് വെളിച്ചം വരുന്നവരേക്ക് നമ്മൾ എഗെയിൻ ആകാംക്ഷയിൽ ആശയോടുകൂടി കാത്തിരിക്കുകയാണ് ഈ കുട്ടി അവിടെ എവിടെയെങ്കിലും ഉണ്ടാവണേ എന്നുള്ളത്. നമ്മൾ ട്രക്കിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. ഈ അർജുൻ എന്ന് പറഞ്ഞ വ്യക്തി എവിടെയെങ്കിലും ഉണ്ടാവണേ, ഒരു മഹാത്ഭുതം സംഭവിക്കണേ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ എന്തെല്ലാം പോസിബിലിറ്റീസ് എന്ന് കാലത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഈ വെള്ളത്തിനെ ഇതിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണെന്നുള്ളത് ഞാൻ അപ്പോഴേ പറഞ്ഞു. കാരണം 30 മീറ്ററും അല്ലെങ്കിൽ 20 മീറ്ററും താഴ്ചയുണ്ടെങ്കിൽ അവിടെ ഏത് മെറ്റൽ ബോഡി വെച്ച് കഴിഞ്ഞാലും വെള്ളത്തിൻ്റെ ഈ 10 നോട്ടിക്കൽ മൈൽസിൽ വരുന്ന സ്പീഡിൽ എത്ര വെയിറ്റുള്ള സാധനം വെച്ച് കഴിഞ്ഞാലും ആ ലെവലിൽ അത് ഒഴുകി അങ്ങ് പോകും. അപ്പോൾ നമുക്ക് ബേസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എപ്പോൾ വരേക്കും നമുക്ക് ബേസ് കിട്ടുന്നില്ല, അതിൻ്റെ മുകളിലാണ് നമ്മൾ ബിൽഡപ്പ് ചെയ്തിട്ട് ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഇനിയുള്ള രാത്രി, ഇന്ന് രാത്രി എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് ഹാവ് എനി ഹോപ്പ് ഓഫ് എനി റെസ്ക്യൂ ഓപ്പറേഷൻസ്. അങ്ങനെയാണെങ്കിൽ ശ്രീ മേജർ രവി, ഇപ്പോൾ താങ്കൾക്ക് ഇതുപോലെയുള്ള സംഭവങ്ങളിലെ രക്ഷാദൗത്യം സംബന്ധിച്ച വിവരങ്ങളൊക്കെ താങ്കൾക്കുണ്ടാകും ഞങ്ങളെക്കാൾ കൂടുതൽ. മാത്രമല്ല ഇത്തരം ഓപ്പറേഷൻസിൻ്റെ രീതികൾ, അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി എന്താണ് എന്ന കാര്യത്തിൽ കുറെ കൂടി വ്യക്തതയും ഉള്ള ആളാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോഴും സർ ശരിക്ക് ഈ വളരെ സ്ട്രോങ് സിഗ്നൽ കിട്ടി എന്ന് ഇന്ദ്രബാലൻ സാർ പറഞ്ഞ ആ 3ാമത്തെ സ്പോട്ട് അത് അർജുൻ ഓടിച്ച വാഹനമായിരിക്കുമെന്നും അത് തലകീഴായി, അതിൻ്റെ ക്യാബിൻ താഴേക്ക് കുത്തനെ നിന്നുകൊണ്ട് തലകീഴായി കിടക്കുകയാണ് എന്നുമുള്ള അനുമാനത്തിലാണ് ഈ സംഘമുള്ളത്. അതായത് ഏതാണ്ട് ദേ ഹാവ് റീച്ച്ഡ് എ കൺക്ലൂഷൻ ആ കാര്യത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴും ആ ക്യാബിനകത്ത് മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് കഴിയുന്നില്ല. അതാണ് നമ്മുടെ മുന്നിലുള്ള നിലവിലെ സാഹചര്യം. അതും കാർവാർ SP അല്പം മുൻപ് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഈ വാഹനം അവിടെ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയ 8 പേരുടെ കൂട്ടത്തിൽ അർജുനും ഉണ്ടായിരിക്കാം എന്ന അദ്ദേഹത്തിൻ്റെ സംശയവും കൂട്ടിവെച്ച് വായിച്ചാൽ അത് അർജുൻ അതിന് പുറത്തായിരിക്കും എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പുറത്താണോ എന്നുള്ളത് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇപ്പോൾ ഒരു ഹ്യൂമൻ ബോഡിക്കകത്തുള്ള ഹീറ്റാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ഹീറ്റില്ല, പിന്നെ അതിനകത്ത് ഡിറ്റക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു ശരീരത്തിൽ നിന്ന് നമുക്ക് യാതൊരു വിധത്തിലുള്ള സിഗ്നലും കിട്ടില്ല ഒരു ഫ്ലഷ് ബോഡി എന്ന് പറയുന്ന സമയത്ത്. നേരെ മറിച്ച് മെറ്റലിൻ്റെ അതിൽ വെച്ചിട്ടാണ് നമുക്ക് ഈ സിഗ്നൽ കിട്ടിയിരിക്കുന്നത്. ഇത്രയും വലിയൊരു ഹ്യൂജ് മെറ്റലിൻ്റെ ആ ഡിറ്റക്ഷനാണ് നമ്മൾ മെറ്റൽ ബോഡി അവിടെ ഉണ്ടെന്നുള്ളതും ട്രക്കാണെന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. അതിനകത്ത് അർജുൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണമെങ്കിൽ ഇനി ആ ട്രക്ക് അവിടുന്ന് നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് പൊക്കി വെളിയിൽ വന്നതിന് ശേഷമാണ് നമുക്കറിയാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും ദിവസം ഒരു മനുഷ്യൻ വെള്ളത്തിനടിയിൽ ജീവനോടെ ഇരിക്കുക എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് പോസിബിൾ. അത് പ്രാക്ടിക്കലായിട്ട് അങ്ങ് പറയാം, ദാറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം വെള്ളത്തിനടിയിലാണ്. മഞ്ഞിനടിയിൽ ഇരുന്നിട്ട് ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. 6 ദിവസം മഞ്ഞിനടിയിലിരുന്ന്, അപ്പോഴും ആ തണുപ്പിനെ പോലും എല്ലാം പ്രതിരോധിച്ചുകൊണ്ട് 6 ദിവസം ഒരു മനുഷ്യ ശരീരം അതിനകത്ത് ഇരുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. അവിടെയും നമുക്ക് എന്താണ് കിട്ടിയത്? നമുക്ക് തെർമൽ ഡിറ്റക്ഷനിൽ കൂടിയാണ് ആ ഹനുമന്തപ്പ അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ശരീരത്തിനകത്തുണ്ടായിരുന്ന ആ ചൂടാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്തത്. ഇപ്പോൾ അത് ഡിറ്റക്ട് ചെയ്യാൻ ഇവിടെ പറ്റുന്നില്ല. അപ്പോൾ എന്താണ്, അർജുൻ ഉണ്ടോ അവിടെ, അതോ അർജുൻ വേറെ എവിടെയെങ്കിലും പോയോ? ക്യാബിനകത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ സിഗ്നൽ നമുക്ക് കിട്ടുന്നതാണ് ഹ്യൂമൻ ബോഡിയുടെ ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതില്ലാത്തത് സ്ഥിതിക്ക് ഇതിപ്പം വെറും മെറ്റൽ ബോഡിയുടെ ഡിറ്റക്ഷൻ മാത്രമാണ് നമുക്ക് സാധിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതലായിട്ട് ഐ ഡോണ്ട് നോ, ഞാനത് എന്താണെന്നുള്ളത് പറയാൻ ഐ ആം ഓൾസോ നോട്ട് ഇൻ എ പൊസിഷൻ. വൈ? ബിക്കോസ് ഇതൊരു ഹോപ്പിൻ്റെ എഗൻസ്റ്റ് ആയിട്ടുള്ളൊരു ഹോപ്പിൽ നിൽക്കുകയാണ് ഇപ്പം നമ്മൾ. അപ്പോൾ ഏതുവരയ്ക്ക് നമുക്ക് ഈ ട്രക്ക് എടുത്തിട്ട് പുറത്തേക്ക് എടുക്കുന്നില്ല, അതിനകത്ത് അർജുൻ ഉണ്ടോ ഇല്ലേ എന്നറിയുന്നവരയ്ക്ക് ഇനിയും ആശങ്കകളാണ്. ട്രക്ക് കിട്ടി, അതിനകത്ത് അർജുനില്ല, അപ്പോൾ അർജുൻ എവിടെ പോയി? അത് വേറൊരു. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അർജുൻ എവിടെ പോയി? ഈ പുഴയിൽ ഇതെല്ലാം ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? പുഴയുടെ സൈഡിലെല്ലാം ഇവർ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എവിടെയാണ് എന്താണെന്നുള്ളത് ഇനിയും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. നമുക്ക് പ്രകൃതി കാണിക്കുന്ന ഈ ഇത്രയും വലിയൊരു അക്രമം അതിനോട് നമുക്ക് എതിരിടാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട്
ഇനി നമ്മൾ ഹോപ്പിംഗ് എഗൻസ്റ്റ് ഹോപ്പ് എന്നുള്ള പറയുന്നത് ഇതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ ഞാൻ പറയുന്നത്. ശരി, ശ്രീ മേജർ രവി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അതിന് മുൻപ് ഒരു കാര്യം താങ്കൾ നേരത്തെ പറഞ്ഞു, ദുരന്ത നിവാരണ വിദഗ്ധൻ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ടാകുമല്ലോ എന്ന്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാം. ശ്രീ സുഭാഷ് ചന്ദ്രബോസ് സാർ, അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. താങ്കൾ ഇവിടെ പങ്കുവെച്ച അതേ അഭിപ്രായം വിമർശനപരമായി തന്നെ ഒന്നാമത്തെ ദിവസം മുതൽ ഈ ചർച്ചയിൽ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ദുരന്ത നിവാരണ സേനയെ വിളിച്ചതും അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചതിലും അത്തരം കാര്യങ്ങളിൽ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് തുടക്കം മുതൽ ഉണ്ടായില്ല എന്ന അഭിപ്രായമുള്ളയാളും അതൊരു വിമർശനപരമായ ആ നിരീക്ഷണം നമ്മളുമായി പങ്കുവച്ചിട്ടുള്ള ആളുമാണ് സുഭാഷ് ചന്ദ്രബോസ് സാർ. അദ്ദേഹം ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം തുടരുന്നു. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഇന്നത്തെ ദൗത്യസേനയുടെ പ്രവർത്തനങ്ങളുടെ ഒരു ആകത്തുക ചന്ദ്രബാലൻ സാർ ഇന്ന് മാധ്യമങ്ങളോട് വിശദീകരിച്ച ഭാഗത്തുണ്ട്. അദ്ദേഹം പറയുന്നത് 3 ലോഹ സാന്നിധ്യമുള്ള 4 സ്പോട്ടുകളെ കുറിച്ചായിരുന്നു അന്വേഷണം ഉണ്ടായത്. അതിലൊന്ന് റോഡിനോട് ചേർന്നിരുന്ന സുരക്ഷാ റെയിൽ, അത് ലോഹത്തിൻ്റെതാണ്, അതൊന്ന്. രണ്ടാമത് ഒരെണ്ണം ഒരു ടവർ വീണിട്ടുണ്ട്, അതിനെക്കുറിച്ച്. മൂന്നാമത് അർജുൻ ഓടിച്ചിരുന്ന വാഹനം. നാലാമത് ഇപ്പോൾ നമുക്ക് കിട്ടിയ ടാങ്കർ ലോറിയുടെ ക്യാബിൻ. ഈ 4 വസ്തുക്കൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ഏറ്റവും സ്ട്രോങ് സിഗ്നൽ കിട്ടിയത് 3ാമത്തെ സ്പോട്ടിൽ. അവിടെയാണ് ഈ അർജുൻ ഓടിച്ചിരുന്ന വാഹനം കൂപ്പുകുത്തി കിടക്കുന്നുണ്ടാകാം എന്ന നിഗമനത്തിൽ ഇപ്പോൾ അവരെത്തിയിട്ടുള്ളത്. ഇതുവരെയാണ് നമ്മുടെ പരിശോധനയിൽ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. അതിനപ്പുറത്ത് ആ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ സംശയമാണ്. കാരണം തെർമൽ ഇമേജിംഗ് നമുക്ക് പോസിറ്റീവ് അല്ല. മാത്രമല്ല അതിനകത്തുള്ള മനുഷ്യ സാന്നിധ്യത്തെക്കുറിച്ച് അവർക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല. 2, ഈ ക്യാബിനും ഇതിൻ്റെ ബോഡിയും വേർപെട്ട് പോയിട്ടുണ്ടോ? അതിൽ പല അനുമാനങ്ങളാണുള്ളത്. ഒരുപക്ഷെ വേർപെട്ടിരിക്കാം, പക്ഷേ സാധ്യത വേർപെട്ട് പോകാതിരിക്കാനാണെന്നാണ്. പക്ഷെ അവിടെ എല്ലാം ഒരു പ്രശ്നമുണ്ട്. ശ്രീ മേജർ രവി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 1ാമത്തെ ദിവസം നമുക്കിതൊക്കെ നടത്താമായിരുന്നു. കാരണം 1ാമത്തെ ദിവസം ഇത് പുഴയിൽ വീണ ശേഷം ഒലിച്ചുപോയ തടിക്കഷ്ണങ്ങൾ ഏതാണ്ട് 10 കിലോമീറ്റർ ദൂരത്തൊരു വീട്ടിൽ ഉള്ള ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ തടിക്കഷ്ണങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ നേരത്തെ കാർവാർ MLA പറഞ്ഞതുപോലെ നമ്മുടെ അന്വേഷണം ആദ്യം മുതൽ തന്നെ ഈ നദിയെ കേന്ദ്രീകരിച്ചാകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നു. അപ്പോൾ തുടക്കം മുതൽ പാളിപ്പോയ ഒരു പരിശോധന എന്ന് നമുക്ക് ഇതിനെ പറയേണ്ടി വരുമോ സർ? ഇപ്പോൾ ശ്രീ ഗോപികൃഷ്ണൻ, ഇപ്പോൾ നമ്മുടെ അർജുനൻ ഉൾപ്പെടെയുള്ള പല സഹോദരങ്ങളെയും നമുക്ക് കിട്ടാനുണ്ട്. അവർ ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും സ്റ്റേജിലായിട്ടുണ്ടോ എന്ന് നമുക്കിപ്പോൾ അറിയില്ല. അതുകൊണ്ട് അത്ര ഒരു വിമർശനാത്മകമായ രീതിയിൽ ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഇവരുടെയൊക്കെ ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഗൗരവമായി ഇത് നമ്മൾ 24 തന്നെ ചർച്ച ചെയ്യണം. മറ്റ് വേറൊരു ചെറിയ സംശയം, ഇപ്പോൾ അവസാനം SP വന്ന് ഒരു കണക്ക് പറഞ്ഞിട്ട് പോയി. എന്താണ് ആ കണക്കിലെ വൈരുദ്ധ്യം? 8 പേരുണ്ടായിരുന്നു ദോശ ചോദിക്കാൻ. 8 പേരുണ്ടായിരുന്നതിൽ 7 പേരുടെ ബോഡിയും കിട്ടി, ഇനി ഒരാളേ ഉള്ളൂ എന്ന് പറയുന്നു. എന്നിട്ട് അതേ ഭാഗത്ത് കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു 3 പേരെ കണ്ടെത്താനുണ്ടെന്ന്. അപ്പോൾ അതെന്ത് കണക്കാണ്? 8 പേരുണ്ട്, 7 പേരെ കിട്ടി, ഒരാളെ കിട്ടാനുള്ളൂ, അത് അർജുനാണോ എന്ന് സംശയം പറയുന്നു. പിന്നെ പറയുന്നതിന് 3 പേരെ കിട്ടാനുണ്ട്, 2 പേര് ലോക്കൽസ് ആണെന്ന് പറയുന്നു. MLA കുറച്ച് നേരത്തെ പറഞ്ഞു ഞങ്ങൾക്കും വികാരമുണ്ട്, ഞങ്ങളുടെ ലോക്കലായിട്ടുള്ള 2 പേരുണ്ട്, ഇനി ഒരാളുണ്ട്. എനിക്ക് വളരെ വിനയപുരസ്സരം പറയാനുള്ളത്, ഇപ്പോൾ 16-ാം തീയതി ഇത് നടന്നതിന് ശേഷമാണല്ലോ ടോറൻഷ്യൽ റെയിൻഫോളും മറ്റു കാര്യങ്ങളൊക്കെ വന്ന് ആ പറഞ്ഞോട്ടെ സർ. അതായത് ഒരു ട്രക്കിന്റെ ഡ്രൈവർ ഒരു ശരവണയുണ്ട്, പിന്നെ ഈ അവിടെ ചായക്കട നടത്തിയിരുന്ന നായിക്കിന്റെ ഒരു അകന്ന ബന്ധുവായ ജഗന്നാഥനുണ്ട്. ഈ 2 പേരെ കുറിച്ചാണ് വിവരങ്ങൾ കിട്ടാനുണ്ടായിരുന്നത്. അതിലിപ്പോൾ ഒരാളുടെ ശരീരഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് ശേഷം ആ ശരീരഭാഗങ്ങൾ കിട്ടിയത് ശരവണേൻ്റെതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് നമ്മളുടെ കയ്യിലുള്ള വിവരം അനുസരിച്ച്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി എത്ര പേരെ കിട്ടാനുണ്ട്? അർജുനടക്കം എത്ര പേരെ കിട്ടാനുണ്ട്? അർജുനടക്കം 2 പേരല്ലേ കിട്ടാനുള്ളൂ. 2 പേര്. അപ്പൊ പിന്നെ 3 പേരെ കിട്ടാനുണ്ടെന്നുള്ളത് എങ്ങനെയാണ് അവർ പറയുന്നത്? അർജുനനും വേറെ 2 പേരെ കിട്ടാനുള്ളൂ. ഇനി എനിക്ക് വേറൊരു നിരീക്ഷണമുണ്ട്, ഞാനിപ്പോൾ അത് പുറത്ത് വിടുന്നില്ല ചാനലിലൂടെ. വേറൊരു നിരീക്ഷണമുണ്ട്. അതായത് 16-ാം തീയതിയാണ് അവിടെ ഈ സംഭവം നടക്കുന്ന ദിവസത്തിന് മുതലാണല്ലോ ടോറൻഷ്യൽ റെയിൻഫാൾ വന്നത്. അതിനു മുമ്പുള്ള ദിവസങ്ങളിലുള്ള സാറ്റലൈറ്റ് പിക്ചറും ഇമേജുകളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്, ഒന്നും പോയിട്ടില്ലല്ലോ. അതെടുക്കണം. അവിടെ അതൊരു ഗ്രാമപ്രദേശം പോലെയാണ്. അവിടെ കുറച്ച് വീടുകളുണ്ടായിരുന്നു, അവിടെ ഒരു ചായക്കടയുണ്ടായിരുന്നു, കുറേ വാഹനങ്ങളുണ്ടായിരുന്നു, കുറച്ച് പേർ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഗ്രാവിറ്റി ഇനി കൂടുതലുണ്ടോ എന്ന് അന്വേഷിക്കണം. അത് വേറൊരു അന്വേഷണമാണ്, വേറെ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട വിഷയമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ശ്രീ മേജർ രവി സാർ പറഞ്ഞു ഞാനൊരൊറ്റ നിമിഷം സാർ ഞാനൊന്ന് ഇടപെടുകയാണ്. അടിയന്തരമായിട്ടൊരു ഇടവേള എടുക്കണം. പിന്നെ ഒരൊറ്റ നിമിഷം ആ ദൗത്യ സംഘം ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നമുക്കിപ്പോൾ കിട്ടും. അതിനുശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. വീണ്ടും നമ്മൾ അതിഥികളിലേക്ക് പോകാം. അതിനു മുൻപ് ഇപ്പോൾ
ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദൗത്യസംഘം മണ്ണുമാന്തിക്കളയുന്ന ആ പ്രദേശത്ത് നിന്നും തത്സമയ വിവരങ്ങളുമായി ഹാഷ്മി താജ് ഇബ്രാഹിം നമ്മളോടൊപ്പം തുടരുന്നു. ഹാഷ്മി, നേരത്തെ നമ്മൾക്ക് കിട്ടിയ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളായിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് കാർവാർ SP നാരായണ പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം പറയുന്നത് ഈ പുറത്തിറങ്ങി ചായ കുടിക്കാൻ ഇറങ്ങി 8 പേരുടെ സംഘത്തിൽ ഒരാൾ അർജുൻ ആയിരുന്നു എന്നിപ്പോൾ സംശയിക്കേണ്ടി വരും എന്നതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ശരീരാവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുള്ള ആൾ അത് ട്രക്ക് ലോറി ഡ്രൈവറായ ശരവണൻ്റെതാണ് എന്ന് DNA പരിശോധനയിലൂടെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞുവെന്നാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്നും വ്യക്തമാകുന്നത് ഹാഷ്മി? മാത്രമല്ല ഈ ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ പറയൂ. ഗോപി, ഉറപ്പായും പ്രകൃതി അതിന്റെ ദാരുണ നൃത്തമാടിയ, ദുരന്ത നൃത്തമാടിയ വല്ലാത്ത ദുരന്തമുഖത്ത് ഒരു നശിച്ച ഭൂമി എന്നതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതാ ഇവിടെ ഈ സാനി എക്സ്കവേറ്റർ അതിന്റെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഇത് 24/7 റൗണ്ട് ദ ക്ലോക്ക് വർക്ക് ചെയ്യാനാണ് കാർവാർ MLAയുടെ തീരുമാനം. കാർവാർ MLA ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ രാത്രി മൊത്തം കാർവാർ MLA ഇവിടെ തുടരും എന്നുള്ളതാണ് അറിയുന്നത്. ഈ റിവർ ബെഡിന്റെ ഈ സൈഡിൽ ഒന്നാകെ ഈ രാത്രി കൊണ്ട് മണ്ണ് നീക്കം ഏതാണ്ട് പൂർത്തിയാക്കാനാണ് ആലോചന. അവർ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നത് ഈ മണ്ണിനെങ്കിലും കണ്ടെത്താൻ കഴിയുമോ? കാരണം കാണാതെ 10 പേരിൽ 7 പേരെയും കണ്ടെത്താൻ കഴിഞ്ഞു. അതിൽ 3 പേരിൽ ഒരാൾ നമ്മുടെ പ്രിയപ്പെട്ട അർജുനാണ്, ബാക്കി 2 പേർ ഇവിടുത്തുകാരാണ്. അർജുൻ, നേരത്തെ കാർവാർ SP പറഞ്ഞത് അർജുൻ ഇവിടേക്ക് ഒരു വണ്ടിയിൽ നിന്ന്, ഒരു വലിയ ലോറിയിൽ നിന്ന്, ഒരു ട്രക്കിൽ നിന്ന് ഒരാൾ ചായ കുടിക്കാൻ അങ്ങോട്ടേക്ക് മുഖം കഴിയതിനു ശേഷം വണ്ടിയിൽ കയറി അങ്ങോട്ടേക്ക് കയറിപ്പോയിരുന്നു എന്നൊരു ദൃക്സാക്ഷി പറഞ്ഞ കാര്യമാണ്. കാർവാർ SP മാത്രമല്ല, അത് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും അത് തന്നെ പറയുന്നുണ്ട്. ഗോപികൃഷ്ണ, അത് നമ്മുടെ പ്രിയപ്പെട്ട അർജുനാണോ എന്നുള്ള സംശയം അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതിനുള്ള മറ്റു ചില കാരണങ്ങൾ കൂടി പറയുന്നുണ്ട്. നമുക്കിപ്പോൾ പറയാൻ കഴിയുമോ എന്നറിയില്ല. എന്തായാലും അങ്ങനെ ആവാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. ഈ മണ്ണിനുള്ളിൽ തിരയുന്ന ആളുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ഉണ്ടാവരുതേ എന്ന ആഗ്രഹവും പ്രാർത്ഥനയുമുണ്ട്. എന്തായാലും ഈ ഈ രാത്രി സാനി എക്സ്കവേറ്ററിന്റെ പ്രവർത്തനം തുടരുന്നു. ആ മേഖലയിൽ സാനി എക്സ്കവേറ്റർ കുഴിക്കുന്ന ആ മേഖലയിൽ തന്നെ എക്സാക്ട്ലി ഈ ലക്ഷ്മണന്റെ കട എന്ന് പറയുന്ന ആ സ്ഥലമാണ്. അവിടെ കുഴിക്കുമ്പോൾ ഗോപികൃഷ്ണൻ ചോറ് വാർത്തു വെക്കുന്ന വലിയ പാത്രങ്ങൾ, 2 ബക്കറ്റ്, ചെറിയ പാത്രങ്ങൾ, കസേരയുടെ കഷ്ണങ്ങളൊക്കെ നമ്മൾ കണ്ടെടുത്തു. ഇവിടെ ഒരു വലിയ വേരിന്റെ കഷ്ണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ശരീരഭാഗം പോലെ തോന്നുന്ന ഒരു വേരിന്റെ ഭാഗം മണ്ണ് കുഴിച്ചപ്പോൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുകൾക്കിടയിൽ വല്ലാത്തൊരു ഞെട്ടലോടുകൂടി അവർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഭാഗ്യം അതൊരു മരത്തിന്റെ വേരാണ് എന്ന് പറഞ്ഞു പോയി. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ശരീരത്തിന്റെ ആകൃതിയുള്ളൊരു വേരായിരുന്നു അത്. അപ്പോൾ അത്തരത്തിലുള്ള ഹൃദയമായി ഇവിടെ ആളുകൾ ഇങ്ങനെ നിൽപ്പാണ്. ആളുകൾ എന്ന് പറഞ്ഞാൽ ഉന്നത ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. മന്ത്രി അടക്കമുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലീഡർഷിപ്പ് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. അവർ ഈ രക്ഷാദൗത്യത്തിന് ഇപ്പോൾ നേതൃത്വം നൽകുകയാണ്. ശ്രീകാന്ത് കൂടി എനിക്കിപ്പോൾ ഉണ്ട്. ഗോപികൃഷ്ണൻ, ശ്രീകാന്ത്, നമ്മൾ ഈ ദുരന്തമുഖം കാണുകയാണ്. ഈ ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനം ഈ രാത്രി നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഇത് മാധ്യമപ്രവർത്തന ജീവിതത്തിലെ അപൂർവമായ ചില നിമിഷങ്ങളാണ്. അത് വല്ലാത്ത നിമിഷങ്ങൾ തന്നെയാണ്. എന്തായാലും ഈ റിവർ ബെഡ് ഈ നീളത്തിൽ അങ്ങോട്ടേക്ക് തുരന്നുകൊണ്ട് ഏതെങ്കിലും മനുഷ്യ ശരീരമുണ്ടോ എന്ന് തന്നെയാണ് ഈ രാത്രിയിലെ ഇവിടുത്തെ പരിശോധന. ശ്രീകാന്ത്, പക്ഷേ തീർച്ചയായും വേദനയോടുകൂടി നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. അക്കാര്യം നമ്മൾ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്കത് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, ജനപ്രതിനിധികൾ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കടയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ 8 പേരുണ്ട്. ആ 8 പേർക്കൊപ്പം അർജുൻ ഉണ്ടോ എന്ന സംശയം കൂടിയുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അവരുടെ വാക്കുകളെ ഇനിയെങ്കിലും ഈ നടക്കുന്ന തെരച്ചിലിനിടയിൽ നമ്മൾ അംഗീകരിച്ചേ സാധിക്കൂ. അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ, കാര്യങ്ങൾ കിട്ടുമോ എന്നുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഇനി ഇവിടുത്തെ ഒരു സാഹചര്യം കണക്കിലെടുത്താൽ ഇവിടെ തൊട്ടടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടം അവിടെ എത്തി കുളിക്കാനും കുടിക്കാനും ശരീരമൊക്കെ കഴുകാനും ഒക്കെ വെള്ളം എടുക്കുന്നതിന് വേണ്ടി വാഹനം നിർത്തും. ആ വാഹനം നിർത്തിയതിനു ശേഷം ക്യാമറ കൊണ്ടിരിക്കോ. അവിടെ കാണുന്ന വെളിച്ചമുണ്ടെങ്കിൽ ആ കാണുന്ന ഒരു മൺകൂന കാണുന്നുണ്ടോ ഗോപികൃഷ്ണ? ആ മൺകൂനയ്ക്ക് അടുത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട്. അവിടെയാണ് ഈ ശ്രീകാന്ത് നേരത്തെ പറഞ്ഞ വെള്ളച്ചാട്ടമുള്ളത്. ആ മൺകൂനയ്ക്ക് തൊട്ടിപ്പുറത്തായിട്ടായിരുന്നു ആ വെള്ളച്ചാട്ടം. വെളിച്ചമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആ വെള്ളച്ചാട്ടത്തിൽ എപ്പോഴും വെള്ളം വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വേനൽക്കാലത്തും വരണ്ടു പോകാതെ വെള്ളം വരുന്ന ഒരു വെള്ളച്ചാട്ടമായിരുന്നു അത്. ആ വെള്ളച്ചാട്ടത്തിൽ അവിടെ ഇറങ്ങിയാൽ ഡ്രൈവർമാർക്ക് മുഖം കഴുകാം, കൈ കഴുകാം, കുളിക്കാം, വസ്ത്രങ്ങൾ അലക്കാം. അതിനുശേഷം അവിടുന്ന് ഫ്രീ ആയി റിലാക്സായി നടന്നു വന്ന് ഇവിടെ ലക്ഷ്മണന്റെ ചായക്കടയിൽ പോയി ചായ കുടിക്കുന്നു. അതാണ് അവരുടെ രീതി എന്നാണ് പറയുന്നത്. പറഞ്ഞാൽ ആ വെള്ളച്ചാട്ടത്തിൽ പോയി കുളിച്ച്
ഒന്ന് ഫ്രഷായി ഇതാ അവിടെയുള്ള ലക്ഷ്മണൻ്റെ കടയിൽ പോയി ചായ കുടിച്ച് അവിടെ ഇരിക്കുന്നു. അതിനുശേഷം വണ്ടി ഒതുക്കി ഇവിടെ റെസ്റ്റ് എടുക്കുന്നു. ഇവിടെ വണ്ടി പോകുന്ന പ്രദേശമാണെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് റെസ്റ്റ് എടുക്കാനുള്ള ഇനഫ് സ്പേസ് ഇവിടെയുണ്ട്. അങ്ങനെ ഒരു സ്ഥലമാണ് ഒരു അന്തക സ്ഥലമായി പരിണമിച്ചത്. അത് വേദനാജനകമാണ്. ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിൽ, നേരത്തെ മലയിടിച്ചിലിൻ്റെ ദൃശ്യങ്ങളിൽ ഇപ്പോഴും ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ചെറിയ നീരിറവിങ്ങ് ഇപ്പോഴും വരുന്നത് കാണാം. ആ വെള്ളച്ചാട്ടം അവിടെ ഏത് വേനലിലും തീരാത്ത വെള്ളച്ചാട്ടം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഡ്രൈവർമാർ അവിടെ നിർത്തുകയും ഈ ലക്ഷ്മണൻ്റെ കടയൊക്കെ ഉണ്ടായത് ആ വെള്ളച്ചാട്ടത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതൊരു മരണത്തിന് കാരണമായി എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു വന്നത് ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ടേക്ക് കയറിയതിൽ അർജുനുണ്ടോ എന്ന സംശയം കാർവാർ എസ് പി മാത്രമല്ല കാർവാർ MLA കൂടി പറയുന്നുണ്ട് നേരത്തെ. ശ്രീകാന്ത്, തീർച്ചയായും അത് ഇവിടെ നിന്ന് നേരത്തെ അവരുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കൊരല്പം വേദനയുണ്ട്. എങ്കിലും അവർ ആ പറഞ്ഞതിനെ നമ്മൾ മുഖവിലേക്ക് എടുത്തേ തീരൂ. കാരണം ഈ സ്ഥലത്തെക്കുറിച്ച് എക്സ്പീരിയൻസ് ഉള്ളത് അവർക്കാണ്. അവർ പറഞ്ഞതും അങ്ങനെയാണ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അവിടെ എത്തി കുളിക്കാനും മുഖം കഴുകാനും ഒക്കെ തന്നെ വാഹനം നിർത്തും. ആ വാഹനം നിർത്തിയതിന് ശേഷം ലക്ഷ്മണന്റെ കടയിലെത്തി ഭക്ഷണം കഴിക്കും. ആ ഒരു രീതി ഈ ഇവിടുത്തെ ഡ്രൈവർമാർക്ക്, ഇതുവഴി പോകുന്ന ഡ്രൈവർമാർക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയ 8 പേരുടെ കൂട്ടത്തിൽ അർജുനുണ്ടോ എന്നൊരു സംശയം അവർ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ആ സംശയം നിൽക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് അർജുന്റെ ട്രക്കുണ്ട് എന്ന് കരുതപ്പെടുന്ന മൂന്നാമതൊരു സ്പോട്ടുണ്ട്. അത് ഈ ഗംഗാവാലി പുഴയുടെ ഇവിടെ നിന്നും, ഈ റോഡിൽ നിന്നും ഏതാണ്ട് 60 മീറ്റർ 50 മീറ്ററിന് മുകളിൽ അകലേക്കാണ്. അവിടെ ആ 5 മീറ്റർ താഴ്ചയിൽ ഈ വണ്ടി ഉണ്ടോ, ട്രക്കുണ്ടോ എന്നൊരു സംശയം അവർ പറയുന്നുണ്ട്. ആ ട്രക്കുണ്ട് എന്ന് തന്നെ അവർ പറയുന്നു. അതിനുവേണ്ടി ഇന്ന് രാത്രി തെർമൽ മാപ്പിംഗ് പരിശോധന നടക്കും എന്നാണ് അവർ പറയുകയും ചെയ്യുന്നത്. ഹാഷ്മി, ഓക്കെ. അപ്പോൾ ഗോപികൃഷ്ണൻ, നമ്മൾ വീണ്ടും ദുരന്തമുഖത്തേക്ക് നിൽക്കുകയാണ്. നമ്മുടെ സമയം കഴിയുകയാണ്. നമുക്ക് ഇവിടുന്ന് പോകാൻ സമയമാകുന്നുണ്ട്. എന്തായാലും ഇവിടെ നിൽക്കുമ്പോൾ, കാതോർക്കുമ്പോൾ, അവിടുത്തെ രക്ഷാ ദൗത്യത്തിന്റെയും അതോടൊപ്പം തന്നെ അവിടെ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ ഇന്ന് വളരെ നിർണായകമായ വിവരങ്ങളാണ് ഹാഷ്മി താജ് ഇബ്രാഹിം അതോടൊപ്പം ശ്രീകാന്തും അവിടെ നിന്ന് തത്സമയ റിപ്പോർട്ടിങ്ങിലൂടെ നൽകിയത്. ഈ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതും വളരെ യുണീക്കുമാണ്. കാരണം കാർവാർ SP-യും MLA-യും ഒക്കെ ഇപ്പോൾ പറയുന്ന ഒരു സാധ്യത, ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ ആ 8 പേരുടെ സംഘത്തിൽ അർജുനും ഉണ്ടായിരിക്കാം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് സിഗ്നലുകൾ ലഭിച്ച അർജുൻ്റെ വാഹനം കുടുങ്ങിക്കിടക്കുന്നു എന്ന മൺകുനയിൽ ആ കൂട്ടത്തിൽ ആ വാഹനത്തിനകത്ത് അർജുനെ കണ്ടെത്താനുള്ള സാധ്യത വിരളമാണ് എന്ന ഒരു സൂചന കൂടി ഇപ്പോൾ അവർ പറയാതെ പറയുന്നുണ്ട്. ഏതായാലും അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അതേതെങ്കിലും ഒരു ഘട്ടത്തിലേക്ക് ഫലം കാണട്ടെ എന്ന് നമുക്ക് ഈ നിമിഷത്തിലും പ്രതീക്ഷിക്കാം. ദൗത്യമേഖലയിൽ നിന്ന് 24-ന്റെ വാർത്താ സംഘം നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് സാറിൻ്റെ അടുത്തേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സാർ, ഇന്നത്തെ സാറിൻ്റെ നിരീക്ഷണങ്ങളും നിഗമനങ്ങളും. അതായത് ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞതിന് ശേഷം ഇതിലേക്ക് വരാം, ഒരു സെക്കൻഡ്. അതായത് മേജർ രവി സാർ ഒരു കാര്യം പറഞ്ഞു, എന്തുകൊണ്ടതൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നൊരു സംശയം ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ അത് ആദ്യത്തെ ദിവസങ്ങളിൽ എടുത്തിരിക്കുന്നത് ഒരു ആക്സിഡൻ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു ലോറി ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു മണ്ണിടിച്ചിൽ, അതൊരു ചെറിയ ലോക്കലായി നടന്നൊരു കാര്യമായിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ളൊരു സന്നാഹങ്ങളൊന്നും ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായില്ല. പിന്നെ ഇതിൻ്റെ ഗ്രാവിറ്റി വലുതാക്കി ആണെന്നും അത് വലിയ പ്രശ്നങ്ങളാണെന്നും ഒക്കെ വന്നതിന് ശേഷമാണ് അത് വരുന്നത്. അപ്പം അത് സംബന്ധിച്ച് പറയാനുള്ളത്. കാരണം ഡിസാസ്റ്റർ ആകുമ്പോഴാണ് അതിനകത്ത് SOP-യും അതിന് സംവിധാനങ്ങളും ഒക്കെ വേറെയാണ്. അതിൻ്റെ സംവിധാനങ്ങൾ വളരെ വിപുലവും വിശാലവുമാണ്. സ്റ്റേറ്റ് ചീഫ് സെക്രട്ടറി CEO ആണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ, പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതിൻ്റെ താഴേക്ക് സ്റ്റേറ്റ് കമ്മീഷണറുണ്ട്, ഒരുപാട് വലിയ സന്നാഹങ്ങളുണ്ട്. നാഷണൽ ലെവൽ പ്രൈം മിനിസ്റ്ററാണ് അതിൻ്റെ ചെയർമാൻ. വലിയ സന്നാഹമുള്ളതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. അതിന് വലിയ സന്നാഹം ഉള്ളതുപോലെ തന്നെ അതിന് SOP ഉണ്ട്, അതുപോലെ തന്നെ അതിന് വലിയ രീതിശാസ്ത്രമൊക്കെ ഉണ്ട് അത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന്. അത്തരത്തിലുള്ളൊരു കോർഡിനേഷൻ ഇവിടെ നടക്കാതെ പോകുന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഇന്നും നമ്മൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കത് ഫീൽ ചെയ്യുന്നതാണ്. ബാക്കി ഞാൻ ഇത്രയും അഹോരാത്രം പണിയെടുക്കുന്ന വലിയ സന്നാഹമായിട്ട് അവിടെ നിന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മളങ്ങനെ കുറ്റം പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒഴിവാക്കുന്നു. പക്ഷേ ഞാൻ ആദ്യ ദിവസം മുതലേ പറഞ്ഞതാണ്, മണ്ണിനടിയിൽ നോക്കിയപ്പോൾ തന്നെ കടലിലും കൂടി നദിയിലും കൂടി നോക്കണമായിരുന്നു. ഇപ്പോൾ ഇവർ ചെയ്യുന്ന ഒരു പണിയിൽ ഒരു കാര്യം ചെയ്യുന്നത്, ആ പർട്ടിക്കുലർ പോയിന്റിലാണ് ഇവരിപ്പോൾ ഇത് വെച്ചില്ല നോക്കുന്നത്. എന്നാൽ അത് മാത്രം പോരാ. അത് നദിയിലാണ് എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ആ പർട്ടിക്കുലർ പോയിന്റിൽ നടക്കുന്ന പോലെ, കാര്യം പോയിന്റിൻ്റെ അടിയിൽ ലോറിക്കകത്തുള്ള ക്യാബിനിൽ നമ്മുടെ അർജുനും, അത് ഏത് രൂപത്തിലായാലും അർജുൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്നത്. പക്ഷെ അല്ല എങ്കിൽ അത് മറ്റൊരാളിനെയും മറ്റേ വണ്ടി നേരത്തെ ടാങ്കർ ലോറിയും 8 കിലോമീറ്ററിന് അപ്പുറം കണ്ടതുപോലെ മറ്റ് സ്ഥലത്തേക്ക് ഇത്രയും അണ്ടർ കറൻസ് ഉള്ള ഒരു നദിയിൽ ഒഴുകിപ്പോയിരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പോസിബിലിറ്റിയാണ്. ഞാൻ എല്ലാം അക്കാഡമിക്കായിട്ടാണ് പറയുന്നത്, അല്ലാതെ വൈകാരികമായി വിഷയങ്ങൾ എടുക്കരുത്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കണമെങ്കിൽ
പാരലായി അപ്പുറത്തും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൂടി അന്വേഷണം നടക്കണം. അപ്പോൾ അഴിമുഖം മുതൽ കടലിൻ്റെ അഴിമുഖം മുതൽ മുകളിലോട്ട് ഇന്നിപ്പോൾ നമ്മുടെ ഈ പിന്നെ ഇന്നിപ്പോൾ നടക്കുന്ന മേജറിൻ്റെ നേതൃത്വം നടക്കുന്ന സ്ഥലം വരെയുള്ള മറ്റ് പെരിഫറൽ ഏരിയയിലും സമാന്തരമായ അന്വേഷണം നടക്കണം. അങ്ങനെ അന്വേഷണം നടന്നില്ല എങ്കിൽ ഈ പർട്ടിക്കുലർ പോയിന്റിൽ, ഉദാഹരണം ഞാൻ പറയാം, നമ്മൾ ആമേഴഞ്ചാം തോട്ടിൽ നമ്മൾ പിന്നെ ഇങ്ങേ അറ്റത്ത് നിന്നുകൊണ്ട് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തി. പക്ഷേ നമുക്ക് ആളിനെ കിട്ടിയത് എവിടെ നിന്നാണ്? അതിൻ്റെ നിന്നും 500 മീറ്റർ അപ്പുറത്തുനിന്നാണ് ആളെ കിട്ടിയത്. അപ്പോൾ ഇത് അത് ഒഴുക്കില്ലാതിരുന്ന സ്ഥലത്ത്, അപ്പോൾ ഒഴുക്കുള്ള അണ്ടർ കറൻസ് ഉള്ള വലിയ ശക്തമായ മഴ പെയ്യുന്ന കടലിനോട് അടുത്ത് കിടക്കുന്ന ഒരു നദിയിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് സെൻസർ മാത്രം കിട്ടി എന്ന് വിചാരിച്ച് പോയിന്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ബാക്കി സ്ഥലങ്ങളിൽ കൂടി നേവിക്കാരെ ഇറക്കി പരിശോധിപ്പിക്കണം. അങ്ങനെ പരിശോധിപ്പിച്ചാൽ മാത്രമേ നമുക്ക് മറ്റെന്തെങ്കിലും നമ്മൾ വിചാരിക്കാത്ത, നമുക്ക് ഇപ്പൊ വിശ്വസിക്കാൻ കഴിയാത്ത എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുകയുള്ളൂ. ഏതായാലും ആ നിലയ്ക്കൊക്കെ ഈ പരിശോധനകൾ പോകുമെന്ന് നമുക്ക് കരുതാം. ഈ 10ാം നാളിലും നമ്മളെ സംബന്ധിച്ച് നിരാശ തന്നെയാണ്. ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ നടത്താനും ചില പ്രധാനപ്പെട്ട സൂചനകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ലോറി ഉണ്ടെന്ന് കണ്ടെത്തിയ ആ സ്പോട്ടിൽ അവിടെ ഉള്ളത് അർജുൻ്റെ ലോറിയാണെങ്കിൽ ആ ക്യാബിനകത്ത് അർജുൻ ഉണ്ടായിരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും നൽകാൻ കഴിയുന്നില്ല ഈ 10ാം നാളിലും. നാളത്തെ ദൗത്യസംഘം നടത്തുന്ന തിരച്ചിലിൻ്റെ സ്വഭാവം എന്തായിരിക്കും, അതിൻ്റെ രൂപം എന്തായിരിക്കും, അത് കൊണ്ടുവരാൻ പോകുന്ന ഫലം എന്തായിരിക്കും എന്നതിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റു വഴികളില്ല. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈമിൽ ഇന്ന് പ്രത്യേക റിപ്പോർട്ടുകളുമായി ഹഷ്മി താജ് ഇബ്രാഹിം, ശ്രീകാന്തും സംഭവ സ്ഥലത്തെ ദുരന്തമുഖത്ത് നിന്ന് തത്സമയ ദൃശ്യങ്ങൾ തന്നു. അവിടെ നിന്നും കാർവാർ SP നൽകിയ പ്രധാനപ്പെട്ട വിവരങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്.